ആകുന്നു. ഓം സഹനാവവതു സഹനൗ സഹബീജം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. മടമേറെ എല്ലാ ഏകാദശസ്കന്ധം 9-ാം അധ്യായം, ഇനി 5-ാമത്തെ അല്ലേ? അതെ. ക്വചിത് കുമാരീ ത്വാത്മാനം മൃണാനൻ ഗൃഹമാഗതാൻ സ്വയം താൻ അർഹയാമാസ ക്വാപിയാതേഷു ബന്ധുഷു. ക്വചിത് ഒരിക്കൽ കുമാരി ഒരു കുമാരി ആകട്ടെ തു ആത്മാനം വൃണാനാൻ തന്നെ വരിക്കാൻ വേണ്ടി ഗൃഹമാകതാൻ വീട്ടിലേക്ക് വന്നു ചേർന്ന കുറെ ബന്ധുക്കൾ, തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കുറെ ബന്ധുക്കൾ വീട്ടിലേക്ക് വന്നു ചേർന്നു. സ്വയം താൻ അർഹയാമാസം. അപ്പോൾ വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയമായിക്കൊണ്ട് ഇവള് തന്നെ അവരെ അർഹയാമാസ പൂജിച്ചു, ആദരിച്ചു, ബഹുമാനിച്ചു. ക്വാപി ആദേശു ബന്ധുഷു, ബന്ധുക്കളെ ഏതോ സ്ഥലത്തേക്ക് പോയിരിക്കാൻ. ബന്ധുഷു ക്വാപി ആദേശു സത്സു, ബന്ധുക്കളൊക്കെ ഏതോ ഒരു ദിക്കിലേക്ക് പോയ സമയത്താണ് തന്നെ വരിക്കാൻ ഉദ്ദേശിച്ചിട്ട് ആ ബാന്ധവന്മാരായ ആൾക്കാരുടെ വീട്ടിൽ നിന്നും കുറെ പേര് വന്നു. അവരെ ഈ കുമാരി ഒറ്റയ്ക്ക് സൽക്കരിച്ചു. കല്യാണ കാര്യത്തിനാണ് അവരാലോചിക്കാൻ വന്നത്. അതുകൊണ്ട് തന്നെ അവരെ സൽക്കരിച്ചു ഈ കുമാരി. ക്വചിത് കുമാരി ത്വാത്മാനം മൃണാനൻ ഗൃഹമാഗതാൻ സ്വയം താൻ അർഹയാമാസ ക്വാപിയാതേഷു ബന്ധുഷു. ക്വചിത് കുമാരി ത്വാത്മാനം വൃണാനൻ ഗൃഹമാഗതാൻ സ്വയം താൻ അർഹയാമാസ ക്വാപിയാതേഷു ബന്ധുഷു. തേഷാമഭ്യവഹാരാർത്ഥം ശാലീന്ദഹ്യപാർത്ഥിവാം അവഘ്നന്ത്യാ പ്രകോഷ്ഠസ്ഥാശ്ചക്രുശംഖാഫ്വനം മഹത്. തേഷാം അവരുടെ അഭ്യവഹാരാർത്ഥം ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് സൽക്കരിക്കുമ്പോ എന്തേലും ഭക്ഷണം കൊടുക്കണ്ടേ. തന്നെ വിവാഹം കഴിക്കാൻ വീട്ടിലേക്ക് വന്നു ചേർന്ന തേഷാം അഭ്യവഹാരാർത്ഥം ശാലീൻ എന്ന് വെച്ചാല് നെല്ല് എന്നത്. ശാലീൻ നെല്ലുകളെ രഹസ്യമായിട്ട് ആരും അറിയാതെ ഏ പാർത്ഥിവ അല്ലെ രാജാവേ അവഘ്നന്ത്യാഹ ഇടിച്ചെടുത്തു. നെല്ലിടിച്ചാണ് അവലുണ്ടാക്കുക. അപ്പൊ ഇവർക്ക് ഭക്ഷണത്തിന് അവല് കൊടുക്കാൻ വേണ്ടി അവർ കുറച്ച് നെല്ലെടുത്ത് ഉരലിട്ട് ഇടിച്ചുകൊണ്ടേയിരുന്നു. അവഘ്നന്ത്യാഹ. അപ്പോൾ പ്രകോഷ്ഠസ്ഥാഹ കൈത്തണ്ടിലുള്ള ശംഖാഹ വളകൾ മഹത് സ്വനം ചക്രു വലിയ ശബ്ദം ഉണ്ടാക്കി. കയ്യിൽ വളയുണ്ടായിരുന്നു. ശംഖശബ്ദത്തിന് ശംഖ് കൊണ്ട് നിർമ്മിച്ച വളയെന്നോ അല്ലെങ്കിൽ ശംഖാകൃതിയിലുള്ള വളയെന്നോ, എങ്ങനെയാലും വള എന്നുള്ള അർത്ഥത്തിലേക്കാണ് പ്രയോഗം. തന്റെ പ്രകോഷ്ഠത്തിൽ ഉണ്ടായിരുന്ന, കയ്യിലുണ്ടായിരുന്ന വളകൾ പരസ്പരം വലിയ ശബ്ദം ഉണ്ടാക്കി. ഓരോ പ്രാവശ്യം ഇരിക്കുമ്പോഴും ഈ ശബ്ദം കേൾക്കും. തേഷാമഭ്യവഹാരാർത്ഥം ശാലീന്ദഹ്യപാർത്ഥിവാം അവഘ്നന്ത്യാ പ്രകോഷ്ഠസ്ഥാശ്ചക്രുശംഖാഫ്വനം മഹത്. തേഷാമഭ്യവഹാരാർത്ഥം ശാലീന്ദഹ്യപാർത്ഥിവാം അവഘ്നന്ത്യാഹ പ്രകോഷ്ഠസ്ഥാശ്ചക്രുശംഖാഫ്വനം മഹത്. ഫാതജ്ജുഗുപ്സിതം മത്വാ മഹരീവരിഹിതാ തദാം ബഭഞ്ജേകേകശംഖാൻ ദോ പാണ്യോരശേഷയത്. അവളാകട്ടെ തത് ജുഗുപ്സിതം മത്വം, അത് ഒരു ലജ്ജാകരമാണെന്ന് വിചാരിച്ചു. ജുഗുപ്സയാണ് എന്ന് വിചാരിച്ചു. കാരണം അതിഥികൾ തിണ്ണയ്ക്ക് വന്നിരിക്കുന്നു, ഇവിടെ മാത്രമേ ഉള്ളൂ.
അപ്പോൾ അകത്ത് നിന്ന് നെല്ല് കുത്തുന്ന ശബ്ദം ഇവർക്ക് കേൾക്കാം. എന്താണ് കയ്യിലെ ഇത് ശബ്ദം ഉണ്ടാക്കുന്നു. അതൊരു അരോചകമാണെന്ന് കരുതി തദ്ജുഗുപ്സിതം മത്വ മഹതീവ്രീഡിത, വളരെയധികം ലജ്ജിതയായിട്ട് തതഹ അനന്തരം ബഭഞ്ച, ബഭഞ്ച എന്ന് വെച്ചാൽ മാറ്റിവെച്ചു, നശിപ്പിച്ചു എന്നല്ല, ഭഞ്ചിച്ചു എന്ന് വെച്ചാൽ ഒടിച്ചളന്നല്ല, ഊരി വെച്ചു. ഏകൈകശഃ, ഓരോന്നും ഓരോ കയ്യിൽ നിന്ന് ഊരി വെച്ചു. ബഭഞ്ച ഏകൈകശഃ ബഭഞ്ചൈകൈകശഃ, ശംഖാൻ, വളകളെ. ദ്വൗ പാണ്യോരശേഷേ, ഈരണ്ടെണ്ണം വീതം രണ്ട് കയ്യിൽ ശേഷിക്കും. ഇടത്ത കയ്യിൽ രണ്ട്, വലത്തെ കയ്യിൽ രണ്ട്. അപ്പൊ ഇനി വലിയ ശബ്ദം ഉണ്ടാക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ബാക്കി വളകളെല്ലാം ഊരി വെച്ചു. പാദജുഗുപ്സിതം മത്വാ മഹദേവ്രീഡിതാം ബഭഞ്ജൈകൈകശംഖൻ ദ്വൗ പാണ്യോരശേഷയത്. പാദജുഗുപ്സിതം മത്വാ മഹദേവ്രീഡിതാം ബഭഞ്ജൈകൈകശംഖൻ ദ്വൗ പാണ്യോരശേഷയൻ. ഉഭയോരപ്യഭൂദ്ഘോഷോ ഹ്യവഘ്നന്ത്യസ്മശംഖയോ തത്രാപ്യേകം നിരഭിദേത് ഏകസ്മാന്ന അഭവധ്വനി. ഉഭയോഹോ അപ്പി അഭൂദ്ഘോഷ. അപ്പൊ ഈ രണ്ടെണ്ണം തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് ശബ്ദം ഉണ്ടാക്കി. ഉഭയോഹോ അപ്പി അഭൂദ്ഘോഷ, ഉഭയോരപ്യഭൂദ്ഘോഷോ ഹി അവഘ്നന്ത്യാഹ, ഇടിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ ഈ രണ്ട് കൈയിലെ ഈ രണ്ട് വളകൾ പരസ്പരം ശബ്ദം ഉണ്ടാക്കി. സ്മ ശംഖയോ, ശംഖങ്ങളുടെ. തത്രാപി, അതിൽ വെച്ച് ഏകം നിരഭിത, ഒന്നൂരി കളക്കും. ഏകസ്മാത് നാഭവധ്വനി, രണ്ട് കൈയിൽ ഓരോന്നിനുള്ളൂ, അപ്പൊ ശബ്ദമില്ല. നിരഭിതത് ഏകസ്മാത് ന അഭവധ്വനി, ഒന്നിൽ നിന്നും ശബ്ദമില്ലല്ലോ, രണ്ടെണ്ണം കൂടി ചേർന്നത് ശബ്ദമുള്ളാവും. ഉഭയോരപ്യഭൂദ്ഘോഷോ ഹ്യവഘ്നന്ത്യസ്മശംഖയോ തത്രാപ്യേകം നിരഭിതേ ഏകസ്മാദഭവധ്വനി. ഉഭയോരപ്യഭൂദ്ഘോഷോ ഹ്യവഘ്നന്ത്യസ്മശംഖയോ തത്രാപ്യേകം നിരഭിതേ ഏകസ്മാന്ന അഭവധ്വനി. അന്വശിക്ഷമിമം തസ്യാഹം ഉപദേശമരിന്ദമാം അനുചരേന്നേതാം ലോകതത്വവിൽസയാം. അന്വശിക്ഷം ഇമം, അന്വശിക്ഷം പഠിച്ചു. ഇമം, ഈ കാര്യം ഞാൻ പഠിച്ചു. തസ്യാഹ, അവളിൽ നിന്ന്. ഉപദേശം അരിന്തമ, ഹേ ശത്രുനിഗ്രഹനായ രാജാവേ, അവളിൽ നിന്നും ഒരു ഉപദേശം ഞാൻ പഠിച്ചു. ഇമം ഉപദേശം അന്വശിക്ഷം, ഈ ഉപദേശത്തെ പഠിച്ചു. എന്താണ് ഞാൻ പഠിച്ചത്? ലോകതത്വ വിവിത്സയ, ലോകതത്വം അറിയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട്, ലോകാൻ ഏതാൻ, ഈ ലോകങ്ങളെ, അനുചരൻ, ലോകാൻ അനുചരൻ ഏതാൻ, ലോകാൻ അനുചരന്നേതാൻ ലോകതത്വ വിവിത്സയ, ലോകതത്വം അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ലോകങ്ങളിൽ സഞ്ചരിച്ചിരിക്കുന്ന ഞാൻ അവളിൽ നിന്നും ഈ ഉപദേശം പഠിച്ചു. എന്താ അതും താഴെ പറയാൻ പോവാം. അന്വശിക്ഷമിം തസ്യാ ഉപദേശമരിന്ദമാം ലോകാനനുചരന്നേതാൻ ലോകതത്വവിത്സയാം. അന്വശിക്ഷമിമം തസ്യാ ഉപദേശമരിന്ദമാം ലോകാനനുചരന്നേതാൻ ലോകതത്വവിത്സയാം. വാസേ ബഹൂനാം കലഹോ ഭവേത് വാർത്താദ്വയോരപി ഏകേവ ചരേത് തസ്മാൻ കുമാര്യ ഇവ കങ്കണാം. എന്താണ് ഞാൻ പഠിച്ചത്? വാസേ ബഹൂനാം, ഒത്തിരി പേര് ഒന്നിച്ച് ഒരിടത്ത് വസിച്ചാൽ കലഹോ ഭവേത്, കലഹം ഉണ്ടാവും, ഉറപ്പാണ്. വാർത്താദ്വയോരപി, അതുപോലെ ദ്വയോഹോ, രണ്ടുപേരുടെ വാർത്ത സംഭാഷണത്തിലും, രണ്ടുപേരും ഒന്നിച്ച് താമസമാണെങ്കിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടേ.
തസ്മാത് അതുകൊണ്ട് കുമാരിയ കങ്കണൈവ കുമാരിയുടെ വള എന്ന പോലെ ഏകേവചരേ ഒറ്റയ്ക്ക് സഞ്ചരിക്കണം എന്ന് ഒരു പാഠം ഞാൻ ഈ കുമാരിയിൽ നിന്ന് പഠിച്ചു. ഒത്തിരി വള കയ്യിൽ കിടന്നപ്പോൾ ഭയങ്കര ബഹളമായി. ഒത്തിരി പേരാണെങ്കിൽ കിളിവില എന്ന് പറഞ്ഞ് ആക്കപ്പാടെ ഒരു ബഹളവും ഒരു കോലാഹലവും ഉണ്ടായിക്കൊണ്ടേ. രണ്ടുപേര് മാത്രമായാൽ അവർ പരസ്പരം വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും. രണ്ടു വള മാത്രമായപ്പോൾ ഉണ്ടായ ദോഷം ഇതാണ്. അത് മൂരിക്കളഞ്ഞ് ഒറ്റ വളയായപ്പോൾ ശാന്തമായി ഏകനായി സഞ്ചരിക്കണം എന്ന് എന്നെ പഠിപ്പിച്ചത് ഈ കുമാരിയാണ്. ഒരു കഥ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വാസേ ബഹൂനം കലഹോ ഭവേത് വാർത്താദ്വയോരവി ഏകേ വചരേ തസ്മത് കുമാര്യായി വകങ്കണം മനേകത്ര സംയുജ്യാൻ ജിതശ്വാസോജിതാസനാം വൈരാഗ്യാഭ്യാസയോഗേന ധ്രിയമാണമതന്ത്രിതാം. മനേകത്ര സംയുജ്യാത് മനസ്സിനെ ഒരിടത്തേക്ക് തന്നെ നിർത്തണം, സംയോജിപ്പിക്കണം. ജിതശ്വാസോജിതാസന ശ്വാസത്തെ ജയിച്ചവനും ആസനത്തെ ജയിച്ചവനുമായിട്ട് എങ്ങനെ ഇരുന്നാലും ശ്വാസത്തെ കൃത്യമായി നമ്മുടെ വരുതിയിൽ നിർത്തിക്കൊണ്ട് മനസ്സിനെ ഒന്നിൽ തന്നെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് വൈരാഗ്യ അഭ്യാസയോഗേന വിരക്തിയെ വീണ്ടും വീണ്ടും അഭ്യസിക്കുന്ന യോഗം കൊണ്ട് മന ക്രിയമാണം അതന്ത്രിതനായിട്ട് മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണം. വീണ്ടും വീണ്ടും അഭ്യസിപ്പിക്കണം. ഒരു മടിയില്ലാത്തവനായിട്ട്. അഭ്യാസത്തിന് മടിയുണ്ടാവരുത്. അഭ്യാസം നിരന്തര ആവർത്തിയാണ്. വീണ്ടും 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 ഇങ്ങനെ ആവർത്തിക്കാനാണ് അഭ്യാസം. അങ്ങനെ അഭ്യസിക്കുമ്പോൾ മടി ഉണ്ടാവരുത്. മടി ഉണ്ടാവാതെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ യോഗാനുഷ്ഠാനത്തെ ചെയ്തെന്നാൽ മനസ്സ് ഒന്നിലേക്ക് തന്നെ ഉറയ്ക്കും. അല്ലെങ്കിൽ മനസ്സ് പല ദിക്കിലേക്ക് മാറി മാറി മറിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. മന ഏകത്ര സംയുജ്യാദ്യത ശ്വാസോജിതാഭനാം വൈരാഗ്യ അഭ്യാസയോഗേന ക്രിയമാണമതന്ത്രിതാം. മന ഏകത്ര സംയുജ്യാദ്യത ശ്വാസോജിതാഭനാം വൈരാഗ്യ അഭ്യാസയോഗേന ക്രിയമാണമതന്ത്രിതാം. യസ്മിൻ മനോലബ്ധപദം യതേതത് ശനൈ ശനൈർമുഞ്ചതി കർമ്മരേണൂൻ സത്വേന ഊർധേന രജസ്തമശ്ചാം വിധൂയ നിർവാണമുപേത്യനിന്ധനം. യസ്മിൻ യാതൊന്നിലാണോ മനസ്സ് ലബ്ധപദം മനസ്സിന് എവിടെയാണോ സ്ഥാനം കിട്ടുന്നത് ഏതത് അത് ഏതായാലും ശനൈഹി മുഞ്ചതി കർമ്മരേണു പതുക്കെ പതുക്കെ സാവധാനം മുഞ്ചതി ഉപേക്ഷിക്കുന്നു കർമ്മരേണുക്കളെ കർമ്മവാസനകളുടെ പൊടികളെ ഉപേക്ഷിക്കണം. കർമ്മരേണൂൻ ശനൈഹി മുഞ്ചതി. മനസ്സ് ഏതൊക്കെ വിഷയങ്ങളിലേക്ക് വ്യാപരിച്ചിരുന്നാൽ പോലും അവിടെയൊക്കെ കർമ്മവാസനകളുടെ പൊടിപട്ടലങ്ങൾ കുറേശ്ശെ ഉണ്ടാകും. അതിനെയൊക്കെ ഉപേക്ഷിക്കണം. സത്വേന വൃദ്ധേന രജസ്തമശ്ചാം. സത്വത്തെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് രജസ്തമശ്ച വിധൂയ രജസിനെയും തമസിനെയും തൂത്ത് കളഞ്ഞിട്ട് നിർവാണമുപേതി നിർവാണത്തെ പ്രാപിക്കുന്നു. അനിന്ധനം ഇന്ധനമില്ലാതായി തീർന്നിട്ട് വിറകില്ലാത്ത അഗ്നിക്ക് പിന്നെ എവിടെ കത്തും? പെട്ടുപോകും. അനിന്ധനം ഇവ. മനസ്സിനെ ഒരു വസ്തുവിലേക്ക് ദൃഢമായും ഉറപ്പിച്ചു നിർത്തണം എന്നൊരു പാഠം ഉപദേശിക്കാം. അതെങ്ങനെയാണ് എന്ന് പറയുകയാണ്. മനസ്സിന് രണ്ടവസ്ഥയിലാണ് മനസ്സ് വിഷയങ്ങളിലേക്ക് വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അത് രണ്ടും മനസ്സിന്റെ ദോഷമാണ്. ഒന്ന് ലയം, മറ്റേത് വിക്ഷേപം. ഒന്ന് അതിലേക്ക് ലയിച്ചു തരിക, ഒന്ന് അതിലേക്ക്
എന്താണ് ചാടിച്ചെന്ന് പുറപ്പെട്ട് സ്വീകരിച്ചു കൊണ്ടിരിക. ഈ രണ്ടിനെയും ഉപേക്ഷിക്കണം. മനസ്സിന്റെ രണ്ടവസ്ഥകളെയും ശനൈഹി മുഞ്ചതി, പതുക്കെ പതുക്കെ എന്ത് ചെയ്യണം? അതിനെ മോചിപ്പിക്കണം. അതിന് കർമ്മവാസനകളുടെ പൊടികളാണ് ഇതിന് കാരണം. ഈ മനസ്സിന്റെ ചഞ്ചലതയ്ക്കും ലയത്തിനും വിക്ഷേപത്തിനും കാരണം കർമ്മവാസനകളുടെ പൊടികളാണ്. കർമ്മവാസനയുടെ ഒരു ചെറിയ തരി മതി, ജന്മജന്മാന്തരങ്ങൾ ആർജിച്ചു വന്ന കർമ്മവാസനകളുടെ ഒരു ചെറിയ തരി മതി മനസ്സിനെ അശുദ്ധമാക്കി വിഷയങ്ങളിലേക്ക് കടത്തിവിടാൻ. അതുകൊണ്ട് മനസ്സിനെ ആ പൊടികളിൽ നിന്നും മാറ്റിയെടുത്ത് ഭഗവത് പദത്തിലേക്കാണ്. ഏതൊരു സ്ഥാനത്തിലേക്കാണ്? യസ്മിൻ ഭഗവത് പദേ, ഭഗവത് പദത്തിലേക്കാണ് സ്ഥിരപ്പെട്ടാൽ ആ കർമ്മവാസനകൾ പതുക്കെ പതുക്കെ ലയിച്ച് ഇല്ലാതായി. അവിടെ മനസ്സിനെ നിരന്തരമായും അഭ്യസിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം കൊണ്ട് പറ്റില്ല. മനസ്സൊറ്റ ദിവസം കൊണ്ട് ഉറക്കുകയില്ല. സ്വർഗാദികളായ കാമനകൾ കൊണ്ട് യജ്ഞാദികളായ കർമ്മങ്ങൾ ചെയ്യും. ഇത് ഒരു വിക്ഷേപം പോലെയാണ്. ഇതിൽ നിന്നുമാണ് രജോ ഗുണത്തിന്റെ വാസന ഉത്ഭവിച്ചു വരുന്നത്. ഏത് കർമ്മവും, ഇപ്പം ഈ പറയുന്ന സത്കർമ്മമാണെങ്കിൽ പോലും സ്വർഗത്തിനു വേണ്ടിയാണെന്നുള്ള കാമന ഉള്ളിലുള്ളത് കൊണ്ട് അത് രജോ ഗുണമായി. പക്ഷെ ഭഗവാനിലേക്ക് മനസ്സുറച്ചാൽ ഈ രജസ് തന്നെ നശിക്കും. വിക്ഷേപത്തിന് കാരണമായ രജസ് നശിക്കും, ലയത്തിന് കാരണമായ താമസം നശിക്കും. ഇത് രണ്ടുമാണ് വിക്ഷേപത്തിനും ലയത്തിനും കാരണം രജസ് തമോ ഗുണങ്ങൾ. ഈ രണ്ട് ഗുണങ്ങൾ മുഴുവൻ നശിക്കുന്നത് വരെ സത്വഗുണം വർദ്ധിച്ചു വരും. സത്വഗുണം കൂടിയെങ്കിലേ ഇല്ലാതാക്കാൻ പറ്റും. അവസാനം രജസും താമസം തീർന്നാൽ പിന്നെ സത്വത്തിന് നിൽക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് അത് താനെ കെട്ടടങ്ങും. ഏതുപോലെ വിറക് കത്തി ഭസ്മമാകുന്നത് വരെ അഗ്നി അതിലുണ്ടാകും. വിറക് തീർന്നാൽ പിന്നെ അഗ്നിക്ക് എളുപ്പവും, രജസ് തമസ് തീർന്നാൽ പിന്നെ സത്വഗുണം എളുപ്പവും അതില്ലാണ്ടാവും. വിറക് കത്തി തീർന്നാൽ തീ എളുപ്പവും ചോദിക്കാനുണ്ടോ? ഇതിന് തീയില്ല. തീക്ക് കത്തി നിൽക്കണമെങ്കിൽ ഇന്ധനം വേണം. അനിന്ധനം നിർവാണം പൈതി. അതുകൊണ്ട് ഇതുപോലെ രജസും തമസും മുഴുവൻ നശിച്ച് സത്വഗുണത്തിന് പ്രവൃത്തി അതോടെ തീരും. അപ്പോൾ മനസ്സ് നിർമ്മലമാകും. ഈ രണ്ട് ദോഷങ്ങൾ ഇല്ലാണ്ടാകും, സ്വയം പ്രകാശിപ്പിക്കും. ഈ സ്ഥിതിക്കാണ് സമാധി എന്ന് പേര് പറയുന്നത് മനസ്സിന്റെ. അതുകൊണ്ട് ഈ സമാധിയിലെ അവസ്ഥയിൽ ഒരു വ്യാപാരവുമില്ലാതെ നിർമ്മലമായിരിക്കുന്ന മനസ്സ് തന്നെ ബ്രഹ്മസ്വരൂപമായിട്ട് തീരും. ഈ സമാധിയാണ് യോഗശാസ്ത്രത്തിൽ വിസ്തരിച്ച് പറയുന്നത്. അത് ശീലിക്കണം എന്ന് ഈ കഥകളിൽ നിന്ന് നമ്മെ ബോധ്യപ്പെടുക. യസ്മിൻ മനോലബ്ധപദം യദേതത് ശനൈശനൈർമുഞ്ചതി കർമ്മരേണൂൻ സത്വേന വൃദ്ധേന രജസ്തമശ്ചൂയ നിർവാണമുപേത്യനിന്ധനം. യസ്മിൻ മനോലബ്ധപദം യദേതത് ശനൈശനൈർമുഞ്ചതി കർമ്മരേണൂൻ സത്വേന വൃദ്ധേന രജസ്തമശ്ചാം വിധൂയ നിർവാണമുപേത്യനിന്ധനം. സാർ അതൊന്നുകൂടെ വിശദീകരിച്ചു തരാമോ? മനസ്സ് മൂന്ന് ഗുണങ്ങളിൽ അടിമപ്പെട്ടാണ് മനസ്സിരിക്കുന്ന എപ്പോഴും, സത്വവും രജസും തമസും. ആ മനസ്സിനെ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് രജസും തമസുമാണ്. ആ രജസും തമസും പൂർവോചിതമായ കർമ്മവാസന കൊണ്ട് വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ അതൊന്നിൽ വിഷയത്തിലേക്ക് ലയിക്കും, അല്ലെങ്കിൽ അതിലേക്ക് വിക്ഷേപിക്കും. ഈ വിക്ഷേപവും ലയവും ഉണ്ടാകുന്നത് ഈ രജസ് കൊണ്ടും തമസ് കൊണ്ടുമാണ്. സത്വഗുണത്തെ കൊണ്ട് വേണം ഇത് രണ്ടും ഇല്ലാതാക്കാൻ.
സത്വഗുണത്തെ വളർത്തിക്കൊണ്ടിരെങ്കിൽ ഭഗവത് ഭക്തി, ഭഗവാനിലേക്ക് മനസ്സുറച്ച് സത്കർമ്മങ്ങൾ ചെയ്തു വരുമ്പോൾ പതുക്കെ പതുക്കെ ഈ രജസും തമസും അടങ്ങിയില്ലാണ്ടാകും. രജസും തമസും ഇല്ലാണ്ടായാൽ ഈ പൂർവാർജിതമായ കർമ്മവാസനകൾ നശിച്ച് വിക്ഷേപലയങ്ങൾ ഇല്ലാതായാൽ പിന്നെ സത്വം മാത്രം നിൽക്കും. സത്വത്തിൽ നിൽക്കാൻ പറ്റില്ല. ഗുണത്രയങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നതുകൊണ്ട് സത്വം മാത്രമായിട്ട് നിൽക്കില്ല. ഇത് രണ്ടും തീർന്നാൽ, വിറക് തീർന്നാൽ അഗ്നി കെട്ടുപോകുന്നത് പോലെ സത്വഗുണവും താനെ ഇല്ലാതാകും, ഗുണാതീതനാകും. അപ്പോഴുള്ള അവസ്ഥയാണ് നിർവ്വാണം. ഇതാണ് നേടേണ്ടത്. താങ്ക്സ് സാർ. യസ്മിൻ മനോലബ്ധപദം യഥേതച്ഛനൈശനൈർമുഞ്ചതി കർമ്മരേണൂൻ സത്വേന വൃദ്ധേന രജസ്തമശ്ച വിധൂയ നിർവാണമുപേത്യ ഇന്ധനം തദൈവമാത്മന്യവരുദ്ധചിത്തോ ന വേദ കിഞ്ചിത് ബഹിരന്തരം വാം യഥേഷുകാരോ നൃപതിം വ്രജന്തമിഷൗ യഥാത്മാ ന ദദർശ പാർശ്വേ തഥാ ഏവം ആത്മനി അവരുദ്ധചിത്തോ തഥാ അപ്പോൾ ഏവം ഇങ്ങനെ ആത്മനി ആത്മാവിൽ അവരുദ്ധചിത്തനായി മനസ്സിനെ ഉറപ്പിച്ചു നിർത്തിയവനായി ഏകാഗ്രത കൊണ്ട് മനസ്സിനെ ഒന്നിലേക്ക് ഉറപ്പിച്ചു നിർത്തിയവനായാൽ നവേദ കിഞ്ചിത് ഒന്നും അറിയില്ല. ബഹിരന്തരം വാ അകത്തും പുറത്തുള്ള ഒന്നും അറിയില്ല. അറിയണമെങ്കിൽ ഈ മനസ്സോടൊന്ന് വരണ്ടേ. മനസ്സ് ഭഗവത് പാദങ്ങൾ എന്ന ഏക വസ്തുവിൽ ദൃഢമായി ഉറച്ചിരിക്കുമ്പോൾ പുറത്ത് എന്തൊക്കെ നടന്നാലും അകത്തെന്തൊക്കെ നടന്നാലും നവേദ ഏതുപോലെയാണ്. യഥാ ഇഷുകാരോ എപ്രകാരമാണോ അമ്പുണ്ടാക്കുന്നവൻ. ഇഷു അമ്പ്, ഇഷുകാരൻ അമ്പുണ്ടാക്കുന്നവൻ. നൃപതിം വ്രജന്തം രാജാവ് അടുത്തുകൂടി എഴുന്നള്ളി പോകുന്നത്. ഇഷൗഗതാത്മാ അമ്പിൽ മനസ്സുറപ്പിച്ചു നിർത്തിയത് കൊണ്ട് ദർശപാർശ്വേ സമീപത്ത് നടക്കുന്ന ഒന്നും അറിഞ്ഞില്ല. അതിനാണ് അമ്പുണ്ടാക്കുന്നതിന്റെ കഥ പറയാം. അമ്പിന്റെ അറ്റം വളരെ സൂക്ഷ്മമായി നല്ല മുനയുള്ളതായിരിക്കണം. അതിന് ഇയാളുടെ മനസ്സ് മുഴുവൻ അമ്പിന്റെ അറ്റത്തേക്ക് ചെന്നെങ്കിൽ മാത്രമേ അതിന് മൂർച്ചയുള്ള അഗ്രം ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാ വിഷയത്തിൽ നിന്നും അയാളുടെ മനസ്സിനെ ഈ അമ്പിന്റെ അഗ്രം നന്നാക്കി എടുക്കുന്നതിലേക്ക് കൊണ്ടുവച്ചു. ഇതിൻ്റെ ഇടയിൽ ഈ തൻ്റെ അമ്പുണ്ടാക്കുന്നവന്റെ ആലയുടെ തൊട്ടടുത്തുകൂടി രാജാവിന്റെ എഴുന്നള്ളത്ത് വന്നത്. ആന, അമ്പാരി, കൊട്ട, വാദ്യം, ബഹളം ഒക്കെ. ഈ ഇഷുകാരൻ ഇതൊന്നും അറിഞ്ഞില്ല. മനസ്സങ്ങോട്ട് ചെന്നെങ്കിലല്ലേ അറിയൂ. അയാൾ ഇതൊന്നും അറിഞ്ഞില്ല. ദദർശപാർശ്വേ സമീപത്തിൽ കൂടി പോകുന്ന രാജാവിനെ അയാൾ കണ്ടില്ല. അത്രയ്ക്ക് സൂക്ഷ്മത, ഏകാഗ്രത മനസ്സിന് ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ മുമ്പ് പറഞ്ഞ പിറകില്ലാതെ വരുമ്പോൾ സത്വഗുണം കൂടി ഇല്ലാണ്ടാകുമെന്ന അവസ്ഥ അനുഭവിക്കാൻ പറ്റൂ എന്ന് ഈ ഒരു തത്വം മനസ്സിലാക്കിയത് ഞാൻ ആരിൽ നിന്നാണ്? അമ്പുകാരിൽ നിന്നാണ്, അമ്പുണ്ടാക്കുന്നതിൽ നിന്നാണ്. തദൈവമാത്മന്യവരുദ്ധചിത്തോ ന വേദ കിഞ്ചിത് ബഹിരന്തരം വാ യഥേഷുകാരോ നൃപതിം വ്രജന്തം ഇഷൗഗതാത്മാനദർശപാർശ്വേ തദൈവമാത്മന്യവരുദ്ധചിത്തോ ന വേദ കിഞ്ചിത് ബഹിരന്തരം വാ യഥേഷുകാരോ നൃപതിം വ്രജന്തമിഷൗ യഥാത്മാനദർശപാർശ്വേ ഏകചര്യ അനികേതസ്യാദ പ്രമത്തോ ഗുഹാശയാം അലക്ഷ്യമാണ് ആചാര്യ മുനിരേകോൽപഭാഷണം. ഏകചാരി ഒറ്റയ്ക്ക് സഞ്ചരിക്കണം. അനികേത സ്വന്തമായൊരു വീടുണ്ടാവരുത്, വാസസ്ഥാനം ഉണ്ടാവരുത്. നികേതം വീട്, അനികേത സ്യാദ് ആയിരിക്കണം. അപ്രമത്തൻ ഇളകി നടക്കാത്തവനായിരിക്കണം. അവധാനതയോടെ സാവധാനം സഞ്ചരിച്ചു പോകുന്നവനായിരിക്കണം. അതുപോലെ ഗുഹാശയ ഗുഹയിൽ ഇരിക്കുന്നവനും അലക്ഷ്യമാണ് ആചാരേ ആചാരങ്ങളാൽ അറിയപ്പെടാൻ കഴിയാത്തവനായിട്ട് ആചാരേഹി അലക്ഷ്യമാണ് മുനിഹി
ഏകോ അല്പഭാഷണം. അങ്ങനെയുള്ള മുനി അല്പം മാത്രം സംസാരിക്കുന്നവനായിരിക്കണം, ഏകനായിരിക്കണം, സഹായത്തിന് ആരും ഉണ്ടാവരുത്, അങ്ങനെ ആയിത്തീരണം എന്ന് ഒരു പാഠം ഞാൻ പഠിച്ചു എന്ന് പറയാൻ പോവാം അടുത്ത കഥയിൽ. അതിന് മുമ്പ് ഈ വിഷയം പറഞ്ഞാൽ, ഇത് ഞാൻ എവിടെ നിന്നാണ് പഠിച്ചത്? സർപ്പത്തിൽ നിന്ന് പഠിച്ചു. യോഗികൾ സംഘം ചേർന്ന് ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. കുമാരിയുടെ കഥ ദൃഷ്ടാന്തം കാണിച്ചതുപോലെ യോഗികൾ ഒന്നിച്ചു ചേർന്നിരുന്നാൽ അവര് പരസ്പരം പറഞ്ഞും കൊടുത്തും വാങ്ങിയും എടുത്തും ഒക്കെ ആയിട്ട് സ്വസ്ഥത കിട്ടാതെ ഉണ്ടാവും. അതുകൊണ്ട് യോഗികൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിച്ചു പോകാം. അപ്പോൾ സദാസമയവും മനസ്സ് ഏകാഗ്രമായി സഞ്ചരിച്ചു പോകാം. സ്ഥിരമായൊരു വാസസ്ഥാനം ഉണ്ടാകും. ഉണ്ടായാൽ അവിടെ എത്തണം ചിന്ത വരും. ലോകമേ തറവാട് അത്രയാകാവും. അല്ലെ എനിക്കൊരു വീടും ഒന്നും ഉണ്ടാകും. അതേപോലെ സാവധാനം ആലോചിച്ച് നടക്കുന്നവനായിരിക്കണം. താൻ ഇരിക്കുന്നത് വല്ല ഗുഹയിൽ മാത്രമേ ആകാവൂ, അല്ല മറ്റെങ്ങും തനിക്ക് സ്ഥാനം ഉണ്ടാവരുത്. ഒരു ആചാരം കൊണ്ടും തന്നെ ആർക്കും തിരിച്ചറിയാൻ കഴിയരുത്. ഇങ്ങനെയാണ് ഇയാൾ സഞ്ചരിക്കേണ്ടത്. ആരും കാണാത്ത ദിക്കിൽ കൂടി ഇയാൾക്ക് സഞ്ചരിച്ചു പോകാം. സർപ്പങ്ങൾ അങ്ങനെയാണ്, അധികം ജനങ്ങളുള്ള സ്ഥലത്തിരിക്കില്ല, അല്ലാത്ത സ്ഥലത്തെ സഞ്ചരിച്ചു പോകും. അതേപോലെ സർപ്പത്തിന് ഇരിക്കാൻ ഒരു പ്രത്യേകമായ ഒരു സ്ഥാനം അതുണ്ടാക്കാറില്ല. ആരെങ്കിലും തന്നെ ഉപദ്രവിക്കാൻ വരുന്നുവോ എന്ന് ജാഗ്രതയോടെ സർപ്പം കാത്തിരിക്കും. എവിടുന്നാണ് സഞ്ചരിച്ചു വന്നത് പോലും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. തന്റെ ബാഹ്യലക്ഷണങ്ങളുടെ വിഷമുള്ളവനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. സഹായത്തിനായി ആരെയും ചേർത്തില്ല, ഒറ്റയ്ക്ക് ഒരു ശബ്ദവും ഉണ്ടാക്കാതെ സഞ്ചരിച്ചു. യോഗിയും ഇതുപോലെ ആയിരിക്കും. ആരോടും ചേരരുത്, ആചാരം കൊണ്ട് തിരിച്ചറിയാൻ പറ്റരുത്, ഹൃദയഗുഹയിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സ്വരൂപത്തിൽ നിന്നും തെറ്റിപ്പോവരുത്, സാധാരണ ജനങ്ങളിലെ യാതൊരു സഹായവും ആവശ്യപ്പെടരുത്, അല്പമായി മാത്രമേ സംഭാഷണം ചെയ്യാവൂ. ഇതാണ് യോഗിയുടെ ചര്യ എന്ന് പാമ്പിൽ നിന്ന് ഞാൻ പഠിച്ചു. ഏകചാര്യ നികേതസ്യാദ പ്രമത്തോ ഗുഹാശയാം അലക്ഷ്യമാണ ആചാര്യ മുനിരേകോൽപഭാഷണ. ഏകചാര്യ നികേതസ്യാദ പ്രമത്തോ ഗുഹാശയാം അലക്ഷ്യമാണ ആചാര്യ മുനിരേകോൽപഭാഷണ. ഗൃഹാരംഭോ ഹി ദുഃഖായാം വിഫലശ്ചധ്രുവാത്മനാം സർപ്പ പരകൃതം വേഷ്മ പ്രവിശ്യ സുഖമേധതേ. ഗൃഹാരംഭോ ഹി ദുഃഖായ, വീടുണ്ടാക്കാൻ പുറപ്പെടുന്നത് ദുഃഖത്തിന് കാരണമാണ്. വിഫലഃ ച അധ്രുവം ആത്മന, സ്ഥിരമല്ലാത്ത ദേഹത്തിന് വേണ്ടിയിട്ടാണ് വീടുണ്ടാക്കാറുള്ളത്. വിഫലഃ ച അധ്രുവം ആത്മന, താൻ തന്നെ സ്ഥിരതയില്ലാത്തവനാണ്. എങ്ങോട്ട് പോകുന്നു, എവിടുന്ന് വന്നു, എപ്പോൾ പോകും, എപ്പോ വേണേ വീണു പോകാം, ഒരു സ്ഥിരതയില്ലാത്തവൻ. അങ്ങനെയുള്ള തനിക്ക് സ്ഥിരതാമസത്തിന് വീടുണ്ടാക്കാൻ പുറപ്പെടുന്നത് എത്ര വിഡിത്തരമാണ്. അത് ദുഃഖത്തിനേ ആവുള്ളൂ. നോക്കൂ, സർപ്പം പരകൃതം ഭേഷ്മ, എലി ഉണ്ടാക്കിയ ഒരു മാളത്തിൽ പ്രവിശ്യ സുഖമേധതെ, സുഖമായി താമസിക്കും. അസ്ഥിരമായ ഈ ദേഹത്തിന് ഇരിക്കാൻ വേണ്ടിയാണ് വീടുണ്ടാക്കാൻ പുറപ്പെടുന്നത്. അത് ദുഃഖഹേതുവാണ്. കാരണം വീടുണ്ടാക്കണം കാശ് വേണ്ടേ? കാശുണ്ടാക്കാനായിട്ട് എന്തുമാത്രം പ്രയത്നിക്കണം? ഇതൊക്കെ ദുഃഖഹേതുവാണ്. അവരവർക്ക് വേണ്ടി ഓരോ സ്ഥാനങ്ങൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നതാണ് നല്ലത്. വീടുണ്ടാക്കാൻ ശ്രമിച്ചാൽ ധനം വേണം. ധനവും വീടും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാര്യ വേണമെന്ന് തോന്നും. ഭാര്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ പുത്രന്മാർ വേണമെന്ന് തോന്നും.
അതിനുള്ള വഴികൾ ആലോചിക്കും. ഇതിങ്ങനെ നീണ്ടു സർപ്പം ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു ഗുഹയിൽ അല്പസമയം കഴിച്ചു കൂട്ടും, അതറുതും പോകും. അതിനോടൊരു ബാധ്യതയില്ല. ഇങ്ങനെ കഴിയുന്നതാണ് നല്ലതെന്ന് ഈ സർപ്പം എന്നെ പഠിപ്പിച്ചു. സർപ്പം ആ വിധത്തിൽ ഗുരുവായി. ഗൃഹാരംഭോ ഹി ദുഃഖായ വിഫലശ്ചാത്രുവാത്മന സർപ്പ പരകൃതം വേഷ്മ പ്രവിശ്യ സുഖമേധതേ. ഗൃഹാരംഭോ ഹി ദുഃഖായ വിഫലശ്ചാത്രുവാത്മന സർപ്പ പരകൃതം വേഷ്മ പ്രവിശ്യ സുഖമേധതേ. ഏകോ നാരായണോ ദേവാം പൂർവസൃഷ്ടം സ്വമായയാ സംഹൃത്യകാലകലയാ കൽപ്പാന്തൈതമീശ്വരാം. ഏകേവ അദ്വിതീയോ ഭൂത് ആത്മാധാരോഖിലാശ്രയാം. കാലേന ആത്മാനുഭാവേന സാമ്യം നീതാഫു ശക്തിഷു സത്വാദിഷ്മാദിപുരുഷ പ്രധാന പുരുഷേശ്വരാം. ഏകോ നാരായണോ ദേവ. മറ്റാരുടെയും സഹായം ആവശ്യപ്പെടാതെ ഒറ്റയ്ക്ക് വേണം എന്ന് പറയുന്നത് ഈശ്വരനിൽ നിന്നും ഈ ലോകമുണ്ടാവുകയും നശിക്കുകയും ചെയ്യുക. അതിനൊരു സഹായവും ഈശ്വരന് ആവശ്യമില്ല. തന്നിൽ നിന്നും താൻ തന്നെ ഉണ്ടാക്കുന്നു, താൻ തന്നെ രക്ഷിക്കുന്നു, താൻ തന്നെ എന്ത് ചെയ്യുന്നു, പരിപാലിക്കുന്നു. ഏകോ നാരായണോ ദേവ. അവിടെ ഭഗവാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പൂർവസൃഷ്ടം, ആദ്യം സൃഷ്ടിച്ചു. സ്വമായയാ, സ്വന്തം മായ കൊണ്ട് സംഹൃത്യ, അതിനെ പരിപാലിച്ച് ഉപസംഹരിച്ചു. കാലകലയാം, കാലത്തിന്റെ കലനം കൊണ്ടാണ്. കൽപ്പാന്ത ഇതമീശ്വരാം, കൽപ്പാന്തകാലം വരെ ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കാലമെന്ന ശക്തി കൊണ്ട്, കാലകല കൊണ്ട് കൽപ്പാന്തം വരെ ഇതിനെ എന്തെയും സംരക്ഷിച്ചിട്ട് തന്നിലേക്ക് ലഭിക്കും. ഏകേവ അദ്വിതീയോ അപ്പു. ഒരാൾ മാത്രമേ ഉള്ളൂ, രണ്ടാമതൊരാളില്ല. ദ്വിതീയം ഇല്ല. അദ്വിതീയോ അപ്പു. ആത്മാധാരോ അഖിലാശ്രയ. എല്ലാ ആത്മകൾക്കും ആധാരനാണ്, എല്ലാറ്റിനും ആശ്രയസ്വരൂപനാണ്. കാലേന ആത്മാനുഭാവേന, കാലം കൊണ്ടുള്ള ആത്മാനുഭാവം കൊണ്ട്, ആത്മ അനുഭവം കൊണ്ട് സാമ്യം നീതാഫു ശക്തിഷു, തന്റെ ശക്തികൾ സമമായി നയിക്കപ്പെട്ടപ്പോൾ സത്വാദിഷു ആദിപുരുഷ പ്രധാന പുരുഷേശ്വര. സത്വാദികളിൽ ആദിപുരുഷനായ പ്രധാന പുരുഷേശ്വരൻ അപ്പോഴാണ് സൃഷ്ടിക്ക് ആരംഭിച്ചത്. സത്വരജസ്തമോ ഗുണങ്ങൾ സമമായി മായയിലിരിക്കുമ്പോൾ സംഹാരമാണ്, സൃഷ്ടിയില്ല. അതിന് ഇച്ഛയെന്ന ചലനം ഉണ്ടാകുമ്പോൾ സൃഷ്ടി ആരംഭിക്കുന്നു, അത് വളരെ വലുതാക്കുന്നു. ഇത് കാണിക്കാനായിട്ട് ലോകത്തുനിന്നൊരു ഉദാഹരണം കൊണ്ട് ഞാൻ പഠിച്ചു എന്ന് പറയാൻ പോവാണ്. ഇത് എന്താണ് ഞാൻ പഠിച്ചത്? ഈ തത്വം ഇത് ആരാ എന്നെ പഠിപ്പിച്ചത്? ഒരു ചലന്തി. ചലന്തി ആരുടെയും സഹായം സ്വീകരിക്കാതെ തൻ്റെ വായിൽ നിന്നും തന്നെ വരുന്ന പതകൾ നൂലുകളാക്കി മാറ്റിയിട്ട് വലിയ വലകൾ ഉണ്ടാക്കും. അതിൻ്റെ നടുക്ക് ഇതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും. ആരെങ്കിലും ഇതിനെ ഉപദ്രവിക്കാൻ വന്നാൽ അതെല്ലാം തൻ്റെ ഉള്ളിലേക്ക് ഉപസംഹരിച്ചിട്ട് അത് അപ്പം തന്നെ പറന്നു പോകും. ഇത് കണ്ടപ്പോൾ ഞാൻ പഠിച്ചു, ഈശ്വരൻ ഇങ്ങനെയാണ്. നമ്മൾ എത്ര ചലന്തി വല കാണും, പഠിക്കാറില്ല. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഗുണം. അങ്ങനെ പ്രകൃതിയിൽ നിന്ന് കണ്ട ഗുരുക്കന്മാരെ എന്തൊക്കെ പഠിച്ചുവെന്ന് വ്യക്തമായി ഉപപാദിക്കാനാണ് ഈ 3-4 അധ്യായങ്ങൾ കൂടിയാണ്. ഗുരുശിഷ്യന്മാരുടെ സംവാദമാണ് ഈ ഏകാദശ സ്കന്ധം. ശിഷ്യൻ യോഗ്യനായിരിക്കണം, ഗുരുവും യോഗ്യനായിരിക്കണം. അങ്ങനെ യോഗ്യനായ ഗുരു ആരെന്ന് ചോദിച്ചാൽ ഇവിടെ നിൽക്കുന്നവരെല്ലാം യോഗ്യന്മാരായ ഗുരുക്കന്മാരാണ്. അവരിൽ നിന്നും കണ്ടും കേട്ടും ഉപദേശങ്ങൾ തന്നെ സ്വീകരിക്കണം. എല്ലാവരും എല്ലാം ഉപദേശിച്ചു തരില്ല. മൗനമായി ഈ ചലന്തി നമ്മെ പഠിപ്പിച്ച ഇതാണ്. പലപ്പോഴും ഈ പ്രകൃതി തത്വങ്ങളുടെ മൗനമാണ് നമുക്ക് ഉപദേശമായിട്ട് മാറുന്നത്. അവധൂതൻ കണ്ടെത്തിയ ഇതാണ്.
അതുകൊണ്ട് എനിക്ക് എത്ര ഗുരുക്കന്മാരാണ് ഈ ലോകത്തുള്ളത്, ഞാൻ എന്തൊക്കെ പഠിച്ചു അവരിൽ നിന്നും. പ്രധാനപ്പെട്ട കുറെ എണ്ണം പേര് പറഞ്ഞ് നമ്മെ ബോധ്യപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയും അല്ലാത്ത ഇഷ്ടം പോലെയുണ്ട്. ഏകോ നാരായണോ ദേവ പൂർവസൃഷ്ടം സ്വമായ സംഹൃത്യകാലകലയാ കൽപ്പാന്തൈതമീശ്വരാം ഏകേവ ദ്വിതീയോ അഭൂത് ആത്മാധാരോഖിലാശ്രയാം കാലേനാത്മാനുഭാവേന സാമ്യം നീതാഫുശക്തിഷു സത്വാദിഷ്വാദിപുരുഷപ്രധാനപുരുഷേശ്വരാം ഏകോ നാരായണോ ദേവ പൂർവസൃഷ്ടം സ്വമായ സംഹൃത്യകാലകലയാ കൽപ്പാന്തൈതമീശ്വരാം ഏകേവ അദ്വിതീയോ ഭൂത് ആത്മാധാരോഖിലാശ്രയാം കാലേന ആത്മാനുഭാവേന സാമ്യം നീതാഫുശക്തിഷു സത്വാദിഷു ആദിപുരുഷപ്രധാനപുരുഷേശ്വരാം. ഏകനായ ഈശ്വരൻ ഒന്നു മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ. സൃഷ്ടിക്ക് മുമ്പ് ഏകനായ ഈശ്വരൻ അനേകങ്ങളായി സൃഷ്ടിക്കപ്പെട്ടു. അതിലൊക്കെ തന്റെ ചൈതന്യം നിറച്ചു വെച്ചു. അതിനെയെല്ലാം തന്നിലേക്ക് ഉപസംഹരിച്ചു. താൻ ഏകനായി അന്യാശ്രയമില്ലാതെ തന്നെ ആശ്രയിച്ച് ആത്മാധാരനായി അങ്ങനെ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂതങ്ങളുടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായ ആ വിഷമാവസ്ഥ ഉപേക്ഷിച്ച് സത്വാദി ഗുണങ്ങൾ സമത്തെ പ്രാപിച്ചപ്പോൾ അതിനെ കാലമാണ് കാരണം ഈ അവസ്ഥ ഏകനായ ഈശ്വരനിലേക്ക് ഒന്നായിത്തീരുന്നു. ഇത് എന്നെ പഠിപ്പിച്ച് ഈ പ്രകൃതിയിൽ നിന്നും ഈ ചലന്ത്യ പരാപരാണം പരമാസ്തേ കൈവല്യ സപ്നിതാം കേവല അനുഭവാനന്ദ സന്തോഹോ നിരുപാധികാം. പരാപരന്മാരായ ബ്രഹ്മാദിദേവന്മാർക്കും സംസാരബന്ധത്തിൽ നിന്ന് മുക്തരായവർക്കും പ്രാപ്യസ്ഥാനം ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് പരങ്ങളും അപരങ്ങളുമായിരിക്കുന്ന സകലതിനും പരമ ആസ്തേ, പരമനാണ് അങ്ങ് കൈവല്യ സംഹിത. കൈവല്യം എന്ന പേര് വിളിക്കുക. കൈവല്യം എന്ന് വെച്ചാൽ കേവലമായ അവസ്ഥ. കേവലം വെച്ചാൽ ഒറ്റയ്ക്കുള്ള അവസ്ഥ. അതിന്റെ പേരാണ് കൈവല്യം. കേവല അനുഭാവ ആനന്ദ സന്തോഹോ, കേവലമായ അനുഭവത്തിന് കാണപ്പെടുന്ന ആനന്ദ സ്വരൂപനായി അങ്ങാണ്ടിരിക്കുന്നത്. കേവല അനുഭവ ആനന്ദ സന്തോഷം കറന്നു തരിക, ആനന്ദത്തെ കറന്നു തരുന്നവനാണ്. നിരുപാധിക, ഒരു ഉപാധിയും അങ്ങേക്കില്ല. ഉപാധിയില്ലാതെ നാശശങ്കലേശം പോലുമില്ലാതെ ഏകമായ കൈവല്യ പദത്തിൽ സ്ഥിരം വിളങ്ങുന്ന ചൈതന്യ സ്വരൂപനാണ് അങ്ങ്. പരാപരാണം പരമ ആസ്തേ കൈവല്യ സപ്നിത കേവല അനുഭവാനന്ദ സന്തോഹോ നിരുപാധികാം. പരാപരാണം പരമ ആസ്തേ കൈവല്യ സപ്നിത കേവല അനുഭവാനന്ദ സന്തോഹോ നിരുപാധികാം. കേവലാത്മാനുഭാവേന സ്വമായം ത്രിഗുണാത്മികാം സംക്ഷോഭേൻ സൃജത്യാദൂതയാ സൂത്രവലിന്ദമാം. കേവല ആത്മാനുഭാവേന, കേവലമായ തന്റെ ശക്തിവിശേഷമായ ആത്മ അനുഭവമായ കാലം കൊണ്ട് സ്വമായാം ത്രിഗുണാത്മിക, സത്വരജസ്തമസ്സുകളുടെ സ്വഭാവത്തോടുകൂടിയമായേ സംക്ഷോഭയൻ, ഒന്ന് ക്ഷോഭിപ്പിച്ചു, ഒന്നിളക്കി. അതാണ് സൃജതി. ഇതാണ് സൃഷ്ടിക്കാരൻ. ഈ സംക്ഷോഭമാണ് സൃഷ്ടിക്കാരൻ. നിശ്ചലമായിരിക്കുന്ന ജലാശയത്തിന് നടുക്കേക്ക് ഒരു കല്ലെടുത്തിട്ടാൽ അപ്പം വെള്ളത്തിൽ ചലനം ഉണ്ടാകും. ഈ ചലനം ഓളങ്ങളെ സൃഷ്ടിക്കാൻ കാരണമാണ്. ഇതുപോലെ സകല ജീവജാലങ്ങളും നിശ്ചല സ്വരൂപരായി, അണുസ്വരൂപനായി അങ്ങയുടെ ബ്രഹ്മാണ്ഡ സ്വരൂപമായ കുക്ഷിയിൽ ശാന്തരായി കിടന്ന് ഉറങ്ങുന്ന സമയത്ത്, അങ്ങും ശാന്തമായി ഉറങ്ങുന്ന സമയത്ത് സൃഷ്ടിക്കണമെന്നുള്ളൊരു ഇച്ഛ ഒരു കല്ലുപോലെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ നിശ്ചലമായ ഈ സമസ്ത ചരാചരങ്ങളെയും ഉറക്കിക്കിടത്തിയ ആ മായയ്ക്ക് കാരണമായ കാലം ഒന്നുണർന്നു
ചലനമുണ്ടായി. ആ ചലനം കൊണ്ട് മായ സൃഷ്ടിക്കപ്പെട്ടു. മായയിൽ നിന്ന് ത്രിഗുണങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. സംക്ഷോഭേൻ സൃജത്യാതു തയാ സൂത്രമരിന്തവ. അവളാൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ടതിന് സൂത്രം എന്ന് വിളിക്കും. സൂത്രം എന്ന് വെച്ചാൽ മഹത്തത്വം. മഹത്തത്വത്തിന് മറ്റൊരു വാക്കാണ് സൂത്രം എന്ന്. അങ്ങനെ ആദിയിൽ ഈ ഇച്ഛാശക്തി ഉണ്ടായി, അതിൽ നിന്നും കാലമുണ്ടായി, കാലത്തിൽ നിന്നും മഹത്തത്വം ഉണ്ടായി, അതിൽ നിന്നും മായയുണ്ടായി, ത്രിഗുണങ്ങളുണ്ടായി, പിന്നെ സൃഷ്ടികൾ മുഴുവനായി. കേവലാത്മാനുഭാവേന സ്വമായം ത്രിഗുണാത്മികാം സംക്ഷോഭയൻ സൃജത്യാദോദയാ സൂത്രമരിന്തമാം. കേവലാത്മാനുഭാവേന സ്വമായം ത്രിഗുണാത്മികാം സംക്ഷോഭയൻ സൃജത്യാദോദയാ സൂത്രമരിന്തമാം. തത്വാദി ഗുണങ്ങൾ സമമായിരിക്കുന്നതാണ് നിശ്ചലമായ അവസ്ഥ. അതിൽ വിഷമാവസ്ഥ വരുമ്പോഴാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. അതുകൊണ്ട് സൃഷ്ടിയാകുന്ന ഈ മഹത്തായ കർമ്മത്തെ നിർവഹിക്കാൻ അങ്ങ് സ്വഗുണങ്ങളുടെ സാമ്യാവസ്ഥ ഉപേക്ഷിച്ചിട്ട് വിഷമാവസ്ഥയെ പ്രാപിച്ചു. അപ്പോൾ ഈ ജഗത്ത് വർദ്ധിച്ചു വലുതായി വന്നു. ആദ്യമുണ്ടായ ശക്തിക്ക് മഹത്ത് എന്ന് പേര് കൊടുത്തു. അങ്ങനെ ഈ മഹത്ത് എന്ന സൂത്രം, ഈ കയറിനെ അവലംബിച്ചിട്ടാണ് ബാക്കി ശക്തികൾ നിരന്തരമായും ക്രിയകളായി ഈ പുറത്തേക്ക് സൃഷ്ടിക്കപ്പെട്ടു വന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വരി ഉപയോഗിച്ചത്. ത്രിഗുണവ്യക്തിം സൃജന്തിം വിശ്വതോ മുഖം യസ്മിൻ പ്രോതമിദം വിശ്വം ഏന സംസരതേ പുമാൻ. താം ആഹുസ് ത്രിഗുണവ്യക്തിം, അതിനെ ത്രിഗുണവ്യക്തിയും 3 ഗുണങ്ങളുടെ വികാസത്തെ എന്ന് ആഹുഹു പറയുന്നു. സൃജന്തിം വിശ്വതോമുഖം, സൃജന്തിയും സൃഷ്ടിക്കുന്ന, വിശ്വതോമുഖമായ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ ശക്തിയെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. മഹത്ത് എന്ന ശക്തി അത് ത്രിഗുണങ്ങളുടെ സമ്മേളനം കൊണ്ട് ഉണ്ടായതാണ്. പല വിധത്തിലിരിക്കുന്ന ലോകത്തെ ഒന്നായിട്ട് പ്രകാശിപ്പിക്കാൻ ഇതിന് മാത്രമേ കഴിയുള്ളൂ. അതിൽ നിന്നുമാണ് ത്രിഗുണങ്ങൾ എന്ന 3 വ്യക്തികൾ ഉണ്ടാകുന്നത്. ഇതിൽ നിന്നും പല വിധത്തിലുള്ള ശക്തികൾ ഉണ്ടാകുന്നു. അങ്ങനെ ക്രിയാശക്തി ഉണ്ടായി, മഹത്തത്വം ഉണ്ടായി, അഹങ്കാരമുണ്ടായി, ഭൂതങ്ങളുണ്ടായി, ബ്രഹ്മാണ്ടങ്ങളുണ്ടായി. ഇങ്ങനെ ജീവന്മാർക്ക് ശരീരങ്ങളുണ്ടായി. ശരീരത്തിൽ നിന്ന് സുഖദുഃഖങ്ങൾ അനുഭവിച്ചു, ശരീരം ഉപേക്ഷിച്ചു. പിന്നെയും ആവർത്തിക്കുന്നതായ സംസാരാവസ്ഥയെ ജീവൻ വീണ്ടും പ്രാപിക്കുന്നു. ഇങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു പ്രാണത്തിന്റെ ചലനം കൊണ്ട്. അതുകൊണ്ട് ഈ സൂത്രം തന്നെയാണ് ക്രിയാശക്തിക്ക് പേരായി തീർന്നത് എന്ന്. തമാഹുസ് ത്രിഗുണവ്യക്തിം സൃജന്തിം വിശ്വതോ മുഖം യസ്മിൻ പ്രോതമിതം. യസ്മിൻ യാതൊന്നിലാണോ ഇത് മുഴുവൻ കോർത്തിണക്കിയിരിക്കുന്ന, പ്രോതം കോർത്തിണക്കി, യാതൊന്നിലാണോ ഇതെല്ലാം കോർത്ത് ഇണക്കിയിരിക്കുന്ന ഇതം വിശ്വം, ഈ വിശ്വം മുഴുവൻ ഏന സംസരതേ പുമാൻ. അതുകൊണ്ടാണ് മനുഷ്യരൊക്കെ സംസാരത്തെ പ്രാപിക്കുന്നത്. സംസരതയെന്ന് സംസാരത്തെ പ്രാപിക്കുക. ഈ വായുവിനെ തന്നെയാണ് സൂത്രം അല്ലെങ്കിൽ കയറ് എന്നിവിടെ വിളിച്ചത്. വായുവാകുന്ന സൂത്രം കൊണ്ട് ഈ ലോകവും പരലോകവും എല്ലാം അതിലേക്ക് കോർത്തിണക്കിക്കൊണ്ടിരിക്കാം. അതിന് വേദങ്ങൾ പ്രമാണമുണ്ട് താൻ. സൂത്രം വായുന വൈ ഗൗതമ സൂത്രേണ അയം ച ലോക പരശ്ച ലോക സർവാണി ച ഭൂതാനി സന്ദൃധാനി എന്ന് ഒരു വൈദിക മന്ത്രമുള്ളത് കൊണ്ട് അതിന്റെ വ്യാഖ്യാനമാണ് ഭാഗവതം ഇങ്ങനെ പറയാൻ കാരണം. അതുകൊണ്ട് സമഷ്ടിപ്രാണൻ തന്നെയാണ് ക്രിയാശക്തിക്ക് പ്രധാനമായ മഹത്വത്വമായി സ്ഥിതി ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോകം വേദമന്ത്രങ്ങളൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് മുമ്പിലേക്ക് വന്നത്. താമാഹുസ് ത്രിഗുണം വ്യക്തിം സജന്തീം വിശ്വതോ മുഖം യസ്മിൻ പ്രോതമിദം വിശ്വം ഏന സംസരതേ പുമാൻ. താമാഹുസ് ത്രിഗുണം വ്യക്തിം സൃജന്തീം വിശ്വതോ മുഖം
യസ്മിൻ റോദമിദം വിശ്വം ഏന സംസരതേ പുമാൻ. ഇതാണ് അറിയേണ്ട തത്വം. ഇതെങ്ങനെ പഠിച്ചു? യഥോർണനാഭർഹൃദയാത് പൂർണ്ണം സന്തത്യ വക്ത്രത തയാ വിഹൃത്യ ഭൂയസ്തം ഗ്രസത്യേവം മഹേശ്വര. യഥാ എപ്രകാരമാണോ പൂർണ്ണനാഭി ചലന്തി ഹൃദയാ തന്റെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണാം നൂലിനെ സന്തത്യ വ്യാപരിപ്പിച്ചിട്ട് വക്രത വായിലൂടെ പുറത്ത് വ്യാപരിപ്പിച്ചിട്ട് തയാ അതുകൊണ്ട് വിഹൃത്യ അതുകൊണ്ട് കളിച്ച് നടന്നിട്ട് ഭൂയഹാത്താം ഗ്രസതി വീണ്ടും അതിനെ തന്നെ വിഴുങ്ങുന്നു. ഏവം മഹേശ്വര. ഇങ്ങനെയാണ് ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നതെന്ന് ഞാൻ ചലന്തിയെ കണ്ടുപിടിച്ചു. ഈ കാര്യം മുഴുവനും ഈ ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവന്ന് സമന്വയിപ്പിക്കാം. അതുകൊണ്ട് യഥോർണനാഭർഹൃദയാത് പൂർണ്ണം സന്തത്യ വക്ത്രതാം തയാ വിഹൃത്യ ഭൂയസ്താം ഗ്രസത്യേവം മഹേശ്വരാം. യഥോർണനാഭർഹൃദയാത് പൂർണ്ണം സന്തത്യ വക്ത്രത തയാ വിഹൃത്യ ഭൂയസ്താം ഗ്രസത്യേവം മഹേശ്വര. ഇങ്ങനെയാണ് മഹേശ്വരനായ ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നതെന്ന് ഞാൻ പഠിച്ചു. അപ്പൊ ഇവിടെ ചലന്തി ഒരു ഗുരുവായി. നമ്മൾ ചലന്തിയും വലയും രാവിലെ എണീക്കുമ്പോൾ ചുറ്റും ഇങ്ങനെ കോട്ട കെട്ടി വലിയ വലയാക്കിയിട്ട് കാണും. നല്ല ഭംഗിയായിട്ട് കണക്കനുസരിച്ച് അടുക്കി അങ്ങനെ നല്ല ചിത്രപ്പണി ചെയ്ത് വെച്ചേക്കും. പക്ഷേ നമ്മളത് കണ്ട് ആസ്വദിച്ച് അങ്ങ് പോവും, അല്ലെങ്കിൽ ഒരു കമ്പെടുത്ത് തട്ടിക്കളയും, അത്ര തന്നെ അതുള്ളത്. പക്ഷേ ഇതൊരു ഗുരുവാണ്. ഈ മഹത്തായ ഈ സൃഷ്ടിസ്ഥിതി സംസാരങ്ങൾ പാഠം എന്നെ പഠിപ്പിച്ചത് ഈ ചലന്തിയാണ് എന്ന് പറഞ്ഞ് ആ ചലന്തിയുടെ കഥ ഉപസംഹരിച്ചിട്ട് മറ്റൊരു തത്വം ഒരു കീടത്തിൽ നിന്ന് ഞാൻ പഠിച്ചു എന്ന് പറയാൻ പോവാണ്. നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കാതെ ആർക്കെങ്കിലും സംശയമായി ചോദിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഉപസംഹരിക്കാം. സംശയങ്ങളില്ലെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം.